ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നിന്നെ നയിക്കാൻ ശക്തനായ ദൈവമാണ് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുവാനായി അവൻ്റെ സന്നിധിയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ രാത്രി ഒത്തിരി ഭാരമേറിയ വേദനയും വിഷമവുമേറിയ ഹൃദയത്തോടെയാണ് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്. നിശബ്ദമായ അന്തരീക്ഷം, നിശബ്ദമായ അവസ്ഥ, ഒന്നും ചെയ്യാൻ ആകാത്ത അവസ്ഥ, എല്ലാ വാതിലുകളും അടഞ്ഞ അവസ്ഥ, ഈ ദുഃഖഭാരവും വേദനയും എങ്ങോട്ട് ആരോട് സഹായം ചോദിക്കണം എന്നറിയാത്ത അവസ്ഥ, എന്ത് ചെയ്താലും പരാജയപ്പെടുന്ന അവസ്ഥ. കർത്താവേ, ഇങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ, എന്നാൽ എങ്ങനെ ഇത്രയധികം വേദനയും വിഷമങ്ങളും പെട്ടെന്ന് ഞങ്ങളെ പിടികൂടി എന്നത് ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് വ്യക്തമാക്കണമേ എന്ന് കർത്താവിനോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ തകർച്ചയുടെ പിന്നിലുള്ള കാരണങ്ങളെ കർത്താവേ, ഇന്ന് രാത്രിയിൽ എന്നോട് സംസാരിക്കണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഈ ശൂന്യ അവസ്ഥയിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ വഴിയെ കാണിച്ചു തരണമേ. ഞങ്ങളുടെ ഈ ജീവിതത്തിന് ഒരർത്ഥമുണ്ടെന്ന് തോന്നുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ കർത്താവ് ഇടപെടാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ നിൻ്റെ വിശ്വാസത്തെ കർത്താവ് മാനിക്കുന്നു. നീ വിശ്വസിക്കുക, നിനക്ക് ലഭിക്കും. കർത്താവ് നീതിമാന് ഒരു കുറവും വരുത്താതെ കാത്തുകൊള്ളും. അതിനാൽ നിൻ്റെ നീതിയിൽ നീ ഉറച്ചു നിൽക്കുക, വിശ്വസിക്കുക. കർത്താവ് നീതിമാനെ ഉയർത്താൻ പോകുന്നു. ഇന്ന് നീതിമാന്മാരായ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഉയർത്താൻ പോകുന്നു. നിങ്ങളുടെ നീതിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. കർത്താവിനെല്ലാം സാധ്യമാണ്. ഇന്ന് വരെയുള്ള ജീവിത പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ഈ രാത്രിയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കർത്താവ് എല്ലാം നിവൃത്തിയാക്കാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് മാനിക്കാൻ പോകുന്നു. നിങ്ങൾ അധൈര്യപ്പെടരുത്, നിങ്ങൾ വിഷമിക്കരുത്. എല്ലാം കർത്താവിൽ സമർപ്പിച്ച് ഒരു പുതിയ തുടങ്ങാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാം നവീകരിക്കുന്നവനാണ്. അവിടുന്ന് മർദ്ദിതൻ്റെ പ്രത്യാശയാണ്, പീഠകരുടെ സങ്കേതമാണ്, ഒന്നുമില്ലാത്തവൻ്റെ ആശ്രയമാണ്. അതിനാൽ ഭയപ്പെടാതെ, ഭാരപ്പെടാതെ, ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെടാതെ, ഇനി വരാൻ പോകുന്ന ദൈവാനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി അർപ്പിച്ച് നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. സുഖമായ നിദ്രയ്ക്കു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാളത്തെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 9:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു. അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു. അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരമപരിശുദ്ധനായ ദൈവമേ, നീതിമാന് സകലതും അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതിയുള്ള അവിടുത്തേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ വഴി നടത്തി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ നാളായി അനർത്ഥങ്ങളും പ്രതിസന്ധികളും കൂടിക്കൂടി വരുന്നു. പ്രശ്നങ്ങൾ തീരാതിരിക്കുന്നു. രോഗാവസ്ഥയിൽ എത്തിപ്പെട്ടു പോകുന്നു. എല്ലാം തകർന്ന അവസ്ഥയിൽ കർത്താവേ, ചുറ്റിനും നിശബ്ദമായ ഞങ്ങളുടെ ജീവിതം, ഒന്നും ചെയ്യാൻ കഴിയാത്തത്ര ശൂന്യത, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ,
ഞങ്ങൾക്കൊരു ഉത്തരം കിട്ടാത്ത ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, അതിനാൽ എല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒരു പുതിയ തുടക്കം തുടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. എപ്പോൾ വേണമെങ്കിലും നിനക്കെൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാം. അതിനാൽ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എൻ്റെ ആഗ്രഹങ്ങൾ അത് സാധിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നീ കാണണമേ. അവരുടെ വേദനകളെയും ദുഃഖവും പ്രയാസങ്ങളെയും നീ കാണണമേ. അവരുടെ തകർക്കുന്ന അവസ്ഥയെ നീ കാണണമേ. കർത്താവേ, അവർക്കാരോടും പറയാനില്ല, എല്ലാം നിന്നോട് അവർ ഹൃദയം തുറന്ന് സംസാരിക്കുന്നു. അവരെ കേൾക്കാൻ മറ്റാരുമില്ല, എന്നാൽ നീ മാത്രമാണ് അവർക്കുള്ളത്. അതിനാൽ ഈ രാത്രിയിൽ നീ ഈ മക്കളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ കാണണമേ. അവരുടെ വേദനകളെ നീ അറിയണമേ. അവരുടെ പ്രാർത്ഥനയെ നീ കേൾക്കണമേ. ഇന്ന് ഈ മക്കൾ നിൻ്റെ സന്നിധിയിൽ എന്തൊക്കെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അത് സാധിച്ചു കിട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഇന്ന് കർത്താവ് സാധിച്ചു തരട്ടെ. കർത്താവിനെല്ലാം സാധ്യമാണ്. കർത്താവേ, നീ വിശ്വസിക്കുന്നത് നിനക്ക് ലഭിക്കും. നീ എന്ത് പ്രാർത്ഥിക്കുന്നുവോ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് നിനക്ക് ലഭിക്കും എന്നരുളി ചെയ്ത ഈശോനാഥ, ഇന്ന് നിൻ്റെ സന്നിധിയിൽ ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന അവരുടെ ആവശ്യങ്ങളെ നീ മാനിക്കണമേ. അവരോട് നീ കരുണ കാണിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ തക്കവണ്ണം, ലോകമെമ്പാടും നിനക്ക് സാക്ഷികളായി മാറാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ തന്നെ നിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഞങ്ങളുടെ നയനങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ നീ തുറക്കണമേ. നിന്നിൽ സന്തോഷിക്കുവാൻ, നിൻ്റെ നാമത്തിൽ സന്തോഷിക്കുവാൻ, നിൻ്റെ വാഗ്ദാനങ്ങളിൽ സന്തോഷിക്കുവാൻ, കർത്താവ് ജീവിക്കുന്നവനാണ് എന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുവാൻ, ലോകത്തിൽ നിൻ്റെ സാക്ഷിയായി മാറാൻ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നീ തൊടണമേ. നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മക്കളുടെ മേൽ നിൻ്റെ നീതി നടപ്പിലാക്കണമേ. നീതിമാന്മാർക്ക് അഭയമായ കർത്താവേ, നീതിമാന്മാർക്ക് മുൻപിൽ എത്രയധികം വാതിലുകൾ അടയപ്പെട്ടാലും കർത്താവാണ് അവരുടെ പുതിയ വാതിൽ. സ്വർഗത്തിൻ്റെ വാതിലായ കർത്താവ് നീതിമാനാണ്. അതിനാൽ നീതിമാന്മാർക്ക് മുൻപിൽ ശത്രുക്കൾ എത്രയധികം വാതിലുകളെ അടച്ചാലും കർത്താവായ യേശുവാകുന്ന വാതിൽ ഒരിക്കലും അവർക്ക് നേരെ അടയപ്പെടില്ല. അതിനാൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്കൊരു പുതിയ ജീവിതമുണ്ട്. ജീവിതത്തിനൊരർത്ഥം നൽകാൻ കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നു. ഒരു പുതിയ പ്രത്യാശയുണ്ട്, പുതിയ പ്രതീക്ഷയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരാൻ പോകുന്നു. നിങ്ങൾ കർത്താവിനെ മുറുകെ പിടിക്കുക. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ വിശ്വസിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കുന്നതെന്തും നടക്കും എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. അതിനാൽ നിനക്കെന്തെന്ന് ആവശ്യമുണ്ടോ അത് നീ വിശ്വസിക്കുക. അത് ലഭിക്കും എന്ന് വിശ്വസിക്കുക. കർത്താവ് നൽകിയിരിക്കും. അതിനാൽ നിനക്കെതിരെയുള്ള ശത്രുക്കളെ കർത്താവ് ദൂരീകരിക്കാൻ പോകുന്നു. ഈ രാത്രിയിൽ ശത്രുഭയം കൂടാതെ, ദുഃഖവും വേദനയും വിഷമങ്ങളും സങ്കടങ്ങളും ഭയവുമില്ലാതെ കർത്താവിൽ പൂർണ്ണമായി പ്രത്യാശയർപ്പിച്ച്, എൻ്റെ കർത്താവ് എനിക്ക് നീതി നടത്തിത്തരും, എന്തെന്നാൽ അവിടുന്ന് നീതിമാനാണ്. ദൈവത്തിൻ്റെ നീതിയിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ നീതിമാനുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ എന്നിലേക്ക് വന്നിരിക്കും എന്ന് വിശ്വസിക്കുക. അത് തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നീതി നടത്തിത്തരും. നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു. വിശ്വസിക്കുക. കർത്താവ് ഈ രാത്രിയിൽ തന്നെ നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. കർത്താവേ, നാളത്തെ ഇവരുടെ നിയോഗങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിച്ചു കൊടുക്കണമേ. പരീക്ഷ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ജോലിയിൽ വേദനിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാത്തവരെ അനുഗ്രഹിക്കണമേ. നല്ലൊരു ജോലി നൽകി, നല്ലൊരു വരുമാന മാർഗം നൽകി അനുഗ്രഹിക്കണമേ. നാളെ ആശുപത്രിയിലേക്ക് പോകാൻ പോകുന്നവരെ നീ അനുഗ്രഹിക്കണമേ. നാളെ സർജറി ഉള്ളവരെ നീ അനുഗ്രഹിക്കണമേ. ഏതൊക്കെ ആവശ്യങ്ങൾക്കായി നാളെ ഈ മക്കൾ പോകുന്നോ അവർക്കതിനെല്ലാം വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും ഭയവും മറന്ന്
സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ, ആരൊക്കെ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നുവോ, കർത്താവേ, ഇവരുടെ എല്ലാം ആഗ്രഹങ്ങളെ നീ സാധിച്ചു കൊടുത്ത് ഇന്നീ മക്കളുടെ ആഗ്രഹത്തിന്മേൽ നീ ഇടപെട്ട് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും സകല വേദനയിൽ നിന്നും, ഭയത്തിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ മോചിപ്പിക്കട്ടെ. നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരട്ടെ. ഈ രാത്രിയിൽ കർത്താവ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങൾ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.